നല്ല കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മത്തിയാണിത്. ഇതിലേക്ക് നമ്മളിടാൻ പോകുന്ന സാധനമാണ് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്. പിന്നെ ഉള്ളതാണ് നമുക്ക് ഇന്ന് അഡീഷണൽ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ സാധനം കായാണത്. കായ ഇതങ്ങനെ നീളത്തിൽ കീറി അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. അത് നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് കറക്കിയെടുത്ത് വയ്ക്കുകയാണ്. അതിലേക്ക് ഉലുവ മാത്രമാണ് നമ്മൾ ഇടുന്നത്, കടുവൊന്നും ഇടുന്നില്ല. ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ്. ഉലുവ പൊട്ടി കഴിയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ ടേസ്റ്റ് നമ്മുടെ സ്പെഷ്യൽ സാധനം ഇതാണ്. നീളത്തിൽ കീറി വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ആദ്യം തന്നെ ഇടുന്നത് എണ്ണയിൽ വഴണ്ട് ഈ സാധനം നമ്മൾ ഏകദേശം ചിപ്സൊക്കെ മേടിക്കുന്ന കണക്ക് ആ പരുത്തിന് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഇടുന്നു. പച്ചമുളക് വഴണ്ട് കിട്ടണം, അതുകൊണ്ടാണ്. അത് നല്ല വഴറ്റിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കളർ ചേഞ്ചായി വരുന്ന കാണാം നിങ്ങൾക്ക്. അതിൻ്റെ വറുത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുക ചിപ്സ് വറുക്കുന്നതിനൊക്കെ വരും. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. എനിക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാനാണ്, പെട്ടെന്നുള്ള പണിക്കാണ് ഉപ്പ് ആദ്യം തന്നെ ഇടുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്തു. നല്ല ഇളക്കി വഴറ്റി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കില്ല, പേടിക്കണ്ട. തീ കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ കൂട്ട് സവാള ഇടുന്നു. ഏകദേശം ഇപ്പോൾ അവിടെ തന്നെ പകുതി വേവായിട്ടുണ്ടാവും ആ കായ. കറിക്കായാണ് അത്, നേന്ത്രക്കായ ഒന്നുമല്ല. നേന്ത്രക്കായ ഉള്ളവർക്ക് നേന്ത്രക്കായ ഇടാം. ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. നേന്ത്രക്കായ ഇട്ട മധുരം വരുമെന്നാണ് പറയുന്നത്. ഇപ്പോഴും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കായയുടെ കളർ ചേഞ്ചായി വരുന്നുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിലേക്ക് ഇതാ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത്ര തന്നെ നമ്മുടെ ചേരുവ. ഇനി നമുക്ക് ചേർക്കാനുള്ള തക്കാളി മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പിന്നെ ചേർക്കുന്നുള്ളൂ, കാരണം വെള്ളം ഒഴിക്കാറാവുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. വഴറ്റേണ്ട കായയുടെ കളർ മാറി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കളർ മുളക് പൊടിയുടെ മസാലയുടെ കളറിനകത്തായി. ഏകദേശം നമ്മൾ പകുതി വറുത്തായി. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്. ഇതിനകത്ത് ഇപ്പോൾ എന്താ, ഞങ്ങളിത് ഉണക്കമീനകത്താണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ കായിട്ട് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു ദിവസം ഞങ്ങൾ നെത്തോല് വാങ്ങിച്ചപ്പം ഞങ്ങളിങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ അടിപൊളിയായിരുന്നു. അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് അങ്ങനെ നെത്തോലിക്കകത്ത് റെഡി ആയപ്പോഴാണ് ഞങ്ങൾ ഒന്ന് മത്തിക്കകത്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇത് കഴിച്ച് നോക്കി കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അത് തിളച്ചിട്ടുണ്ട്, നല്ല തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ്. മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി ആ മീനും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി കറിയാണ്. ഞാൻ കഴിച്ചത് കൊള്ളാമെങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. സൂപ്പറായിരിക്കും. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. താങ്ക് യു.